ഇല്ല, പോകാൻ എനിക്ക് താല്പര്യമുണ്ട് സത്യം. അതായത് ഇപ്പോൾ ഇന്ന് ഞാൻ പ്രൊമോ കണ്ടു, അതായത് നാളെ എന്തോ ഹോട്ടലിൻ്റെ ടാസ്ക്കാണ് തുടങ്ങിയതെന്ന്. അപ്പോൾ ഇപ്പോൾ ടാസ്ക് അവിടെ തുടങ്ങിയിട്ടുണ്ടാവും, പകുതി ആയിട്ടുണ്ടാവും. പക്ഷെ അത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ടാസ്ക് ആയിരുന്നു, കളിക്കാൻ രസമുള്ള പരിപാടിയായിരുന്നു ഗെയിം. അത് അങ്ങനത്തെ ഗെയിമുകൾ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു മിസ്സിങ് ഫീലിംഗ് വരുന്നത്. അതായത് നമുക്ക് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയിരുന്ന, അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റിയിരുന്ന ഒരു സ്പേസിൽ നമ്മൾ അവിടെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കുള്ളൊരു ഫോമോ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഉണ്ട്. അത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുന്നതാണ് തോന്നുന്നത്. ഞാനിപ്പോഴും ആ ഇതിൽ തന്നെ എന്നും ഓട്ടത്തിലായതുകൊണ്ട് അതിൻ്റെ ക്ഷീണത്തിൽ തന്നെയാണ്. പക്ഷെ ആ ഒരു ഹാങ് ഓവർ പോകും, 2 ദിവസത്തിൽ മാറുമായിരിക്കും. എന്തെങ്കിലും കണ്ടോ കട്ട്സോ ട്രോൾസോ? കണ്ടു, ഞാൻ കുറേ പരിപാടികളൊക്കെ കണ്ടു. ഓബ്വിയസ്ലി ഞാൻ അത് എക്സ്പെക്റ്റഡ് ആണ്. അവിടെ പോകുന്നതിന് മുമ്പേ ഓൾറെഡി മനസ്സിലുണ്ടായിരുന്നു നെഗറ്റീവും പോസിറ്റീവും എന്തായാലും ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതിൽ അത്ഭുതമൊന്നുമില്ല. പിന്നെ എനിക്ക് അകത്ത് നിൽക്കുമ്പോഴും അറിയാം ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ടേ പോകുള്ളൂ എന്നുള്ളത്. അതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണല്ലോ. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അറിഞ്ഞുകൊണ്ടല്ല, എൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് നെഗറ്റീവ് വന്നാലും അതിനെ നേരിടും എന്നുള്ള ഉറപ്പ്. നേരത്തെ ഔട്ടായിരുന്നു, അതൊക്കെ ആരെങ്കിലും ഔട്ട് ആവണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ നല്ലൊരു ഗെയിമർ ആയിരുന്നു എന്ന് തോന്നുമായിരുന്നു. ഔട്ട് ആവണ്ടായിരുന്നു ഗെയിമർ ആയതുകൊണ്ടല്ല, ഔട്ട് ആവണ്ടായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സുരേഷ് ചേട്ടൻ. ഇല്ല, എനിക്ക് ഫോൺ കിട്ടിയ പിന്നെ ഞാൻ പ്രോപ്പറായിട്ട് എനിക്ക് സംസാരിക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. എനിക്കിപ്പോൾ ഓരോരുത്തരായിട്ട് വിളിക്കണം. എനിക്ക് നമ്പർ ഒപ്പിക്കാനായിട്ട് എന്താ വഴിയെന്ന് അറിഞ്ഞത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നോക്കിയിട്ട് ഓരോരുത്തർക്കൊക്കെ ഫോളോ അപ്പ് ചെയ്തിട്ട് തുടങ്ങണമെങ്കിൽ അത് ഒന്നിനും സമയം കിട്ടിയിട്ടില്ല. ആദ്യം തന്നെ ഒന്ന് പ്രോപ്പറായിട്ടൊരു സ്ലീപ്പ് റെസ്റ്റ് ആയിട്ടില്ല. കാരണം ഫുള്ള് ഇന്നത്തെ ദിവസം നല്ല ഹെക്ടിക് ആയിരുന്നു വന്നതിന് ശേഷം.